വീട് പണയം വെച്ചും മറ്റും വായ്പയെടുത്ത് സ്വകാര്യ നഴ്സിംഗ് കോളേജുകൾക്ക് ഫീസ് കൊടുത്ത് പഠനം നടത്തുന്നവരാണ് മലയാളികൾ. കോഴ്സ് പൂർത്തിയാക്കി എങ്ങനെയും UK-യിലോ വിദേശ രാജ്യങ്ങളിലോ എത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പഠനം. നിരവധി വിദേശ രാജ്യങ്ങൾ നഴ്സുമാരെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിലും മലയാളികളുടെ ലിസ്റ്റിൽ ആദ്യത്തേത് UK ആണ്. തൊഴിൽ മേഖലയിൽ ഏറ്റവും വേഗത്തിൽ ഉയരത്തിലെത്താൻ പിന്തുണ നൽകുന്ന രാജ്യം കൂടിയാണ് ബ്രിട്ടൻ. പുതുതായി എത്തുന്ന നഴ്സുമാർക്ക് തുടക്ക ശമ്പളമായി കിട്ടുന്നത് 28,000 പൗണ്ടാണ്. ഇതിൽ നിന്ന് ഉയർന്ന പോസ്റ്റായ ബാൻഡ് 7-ലെ 43,000 പൗണ്ടിലേക്ക് എത്തുന്നതും അതിവേഗത്തിലാണ്. എല്ലാവർക്കും ഈ സൗഭാഗ്യം കിട്ടിയില്ലെങ്കിലും അവസരം മുതലാക്കുന്ന മിടുക്കർ അനേകമാണ്. എന്നാൽ ക്രമേണ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഇല്ലാതാവുകയാണോ? UK അടക്കമുള്ള വിദേശ രാജ്യ ജോലി മോഹം മനസ്സിൽ കണ്ട് നഴ്സിംഗ് പഠിക്കാൻ പോയ മലയാളി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ബ്രിട്ടൻ വാതിൽ അടയ്ക്കുമോ? ഈ ചോദ്യങ്ങൾ ഉയരാൻ കാരണം കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ ചീഫ് നഴ്സിംഗ് ഓഫീസറായ റൂത്ത് മേ നടത്തിയ ഒരു പ്രസ്താവനയാണ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സമയത്ത് വിദേശ നഴ്സുമാരുടെ വരവ് കുറയ്ക്കണം എന്ന റൂത്തിൻ്റെ പ്രസ്താവനയാണ് ആശങ്കയിലായിരിക്കുന്നത്. ഇപ്പോൾ നടത്തുന്നത് പോലെ വലിയ തോതിൽ വിദേശ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാനാകില്ല എന്നാണ് റൂത്ത് മേ പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 20,000 വിദേശ നഴ്സുമാരെയാണ് NHS UK-യിലേക്ക് എത്തിച്ചത്. തിങ്കളാഴ്ച നടന്ന ഉന്നതതല യോഗത്തിലാണ് ചീഫ് നഴ്സിംഗ് ഓഫീസർ തൻ്റെ ആശങ്ക പങ്കുവച്ചത്. നിലവിൽ 10% ഒഴിവുകൾ മാത്രമാണ് ബ്രിട്ടനിലുള്ളവരിൽ നിന്നും നികത്തുന്നത് എന്നും റൂത്ത് മേ സൂചിപ്പിച്ചു. എന്നാൽ വിദേശ റിക്രൂട്ട്മെൻറ്റ് പൂർണ്ണമായി നിർത്തില്ല എന്നാണ് റൂത്ത് മേ പറഞ്ഞത്. മുഴുവൻ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തേണ്ട എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. UK-യിലെ ആശുപത്രികളിൽ ഇപ്പോൾ അത്ര വലിയ ഒഴിവുകളില്ലെന്നാണ് റിക്രൂട്ടിംഗ് ചുമതലയുള്ള മുതിർന്ന നഴ്സുമാർ പറയുന്നത്. UK-യിലെ ഓരോ ആശുപത്രിയിലേക്കും 100 കണക്കിന് മലയാളി നഴ്സുമാർ ഓരോ മാസവും എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ മാസത്തിൽ 2-3 പേർ മാത്രമാണ് എത്തുന്നത്. ഇപ്പോഴും 40,000-ലേറെ ഒഴിവുകൾ നികത്താനുണ്ടെന്ന് കണക്കുകൾ പറയുമ്പോഴും അത്രയും ഒഴിവുകൾ ഇല്ലെന്ന സൂചനയാണ് നഴ്സിംഗ് ഓഫീസർ നൽകുന്നത്.